നിങ്ങൾ ആ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നതല്ലേ? അതെല്ലോ. നിങ്ങൾക്ക് ഒരു സൈക്കിൾ ഓടിക്കാൻ അറിയാവോ? പിന്നെന്താ ഓടിക്കാൻ? ഓടിച്ച് കാണിക്കും. നമുക്ക് ഹലോ ഗൈസ്, അപ്പോൾ യൂട്യൂബ് ചാനൽ വീഡിയോ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ വീട്ടിലുള്ളവരെ ചോദിക്കും എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാവോ, സൈക്കിൾ ഓടിക്കാൻ അറിയാവോ? അപ്പം ഞാൻ സൈക്കിൾ ഓടിച്ച് കാണിച്ച് തരാം. ഇത്രയും വലിയ സൈക്കിളാണ്. അപ്പം നമ്മൾ ഓടിക്കാം. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം എനിക്ക് ഓടിക്കാനൊന്നും അറിയത്തില്ല. അതിരിക്കുണ്ടായിരുന്നു ഞാൻ ഓടിച്ചിട്ടൊന്നുമില്ല. കാരണം എനിക്ക് പേടിയാണ്. അവൻ പൊക്കം കൂട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഓടിക്കും? ഓടിച്ചാൽ പിന്നെ ഭയങ്കര ഇതായിരിക്കുമോ എന്നൊക്കെ കരുതിയോ ഞാനൊന്ന് ഓടിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഞാൻ ഇത് കുറേ നാളായി ഉപയോഗിച്ചിട്ട്. ഇവരെപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കുറേ നാളായി ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ഓടിക്കാം. എനിക്ക് പേടിയുണ്ട് കയറുമ്പോൾ. ചെറിയ ആയിരുന്നപ്പോൾ കുഞ്ഞു സൈക്കിളൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ സൈക്കിൾ ഓടിക്കുന്നത് ഞാൻ സൈക്കിൾ ഓടിച്ച് കാണിച്ചു. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് അതിരിക്കുന്നത് ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം. അതിരിക്കിന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഹലോ, ഇവളുടെ പഴയ സൈക്കിള് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവൾ അപ്പോഴത്തേക്കൊന്ന് റെഡിയായി നിൽക്കട്ടെ. റെഡി ആയിട്ടാണ് അവളുടെ സൈക്കിൾ. ഇതാ എൻ്റെ അനിയൻ്റെ സൈക്കിളാണ്. എൻ്റെ ആയിരുന്നു, ചെറുതായിപ്പോയി. ആണ്ട അവളെ സൈക്കിൾ ടയർ ഒരു ദിവസം ഓടിപ്പോയപ്പം ഒരു മുള കൊണ്ട് പൊടിപ്പോയി. പിന്നെ റെഡിയാക്കുമ്പോഴൊക്കെ ട്യൂബ് പോയി. അപ്പം അങ്ങനെയായി. അവളവിടെ നിൽപ്പുണ്ട്. നമുക്ക് ഓടിച്ചിട്ട് വരാൻ ഞാൻ റെഡിയാണ് ഗൈസ്. അവിടെ വരെ പോയിട്ട് വരാം. സൂര്യനെ കൊതിച്ചിരിക്കും. എന്നോട് വീഡിയോ പിടിച്ചോണ്ടിരിക്കും. അവളവിടെ ഓടിച്ചോണ്ടിരിക്കും. അങ്ങ് ചെന്ന് പ്രദേശം കാണിച്ചുകൊണ്ട് അവളവിടെ ഇട്ട് സൈക്കിൾ വളയ്ക്കുന്നു. പേടിച്ച് വളയ്ക്കുന്നു. ഓടിച്ചില്ലേ നിങ്ങൾ പറ, ഞാൻ ഓടിച്ചില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഇച്ചിരി നേരം നിൽക്കാം. ഇത് പ്രൈവസിയാണ്, ഇത് നല്ല സ്ഥലമാണ്. പക്ഷെ മഴ വേണം. മഴയായാൽ അവിടെ തോളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് നല്ല രസമാക്കാൻ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു കാര്യം നമ്മൾ ഗിവ് അവേ ജൂപ്പിറ്റർ വരുന്നുണ്ട്. ജൂപ്പിറ്റർ വണ്ടി പോയി. അടുത്ത TVS ഭയങ്കര വണ്ടിയാണ്. ആരൊന്നും നമുക്ക് മൈൻഡ് ചെയ്യണ്ട. അപ്പം ഞാനാണെങ്കിൽ സൈക്കിള് വിട്ടേ. സൈക്കിള് എനിക്കൊരു കാര്യമുണ്ട്. ഒരുത്തരൊരു പണി പറ്റിച്ച കാര്യമാണ് ഗൈസ്. നിങ്ങൾ നോക്കൂ നിങ്ങൾ മിറർ നോക്കൂ ഗൈസ്. ഇതിന്റെ ബാക്കി എവിടെ ചോദിക്കുക ഗൈസ്? ഈ സൈക്കിളിന്റെ പേര് നമുക്ക് അവനോട് ചോദിക്കാം. എനിക്കറിയത്തില്ല, നമുക്ക് ചോദിക്കാം. പേരെന്താണ്? ഈ സൈക്കിളിന്റെ പേര് ആൽഫ. ടോക്കിയോ എന്ന് വന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. കാണാൻ പറ്റുമോ? തരാം. ടോക്കിയോ എന്ന് വന്നിട്ട് ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ടോ? ടോക്കിയോ. പിന്നെ ആൽഫ എന്നുള്ള പേര്. ഇത് മേടിച്ചിട്ട് ഒരു 10 മാസം
ആഗസ്റ്റിലായി കാണും. യെസ് ഗൈസ്, കൂടിപ്പോയ 10 ആയിരിക്കും. അറിയാമല്ലേ അങ്ങനെ. അതെ, ഓഗസ്റ്റ് 2 മേടിച്ച ഞങ്ങൾ ഈ സൈക്കിൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടൊരു കുറേ നാളായി. പക്ഷെ ഞാൻ വന്നപ്പോഴേ ഓടിച്ചു, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ആ സീറ്റ് പൊക്കി നോക്കൂ, സീറ്റ് പൊക്കി. ഇത്രയും പൊക്കിയപ്പോൾ എനിക്ക് ഓടിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഓടിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനിപ്പോൾ ഇത്രയും പൊക്കി. പിന്നെ ഞാൻ ഓടിച്ച് പഠിച്ചു തുടങ്ങി. ഇനി നമുക്ക് സൈക്കിളിലുള്ള വ്യൂ കാണിച്ചു. അതെ ഗൈസ്, സൈക്കിളിൽ വലിയ വ്യൂ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ സൈക്കിളിലുള്ള വ്യൂ എൻ്റെ മാത്രം വീഡിയോ അല്ല, ഇവൻ്റെയും കൂടെയാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഗിവ് അവേ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ നാളെ തൊട്ട് ഗിവ് അവേയുടെ എത്ര കമൻറ്റ്സ് വരുന്നോ അതിൽ നിന്ന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്യും. പിന്നെ നാളെ ഞാൻ നെയിം മീറ്റിംഗ് ചലഞ്ചും കൂടെ ഉണ്ട്. അപ്പം എല്ലാം കൂടെ തട്ടിമുട്ടെ. അപ്പം താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് 15 സബ്സ്ക്രൈബേഴ്സ് ആയി. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ സൈക്കിളിൻ്റെ വ്യൂ കാണിക്കാം. കമോൺ ഗൈസ്, സൈക്കിളിൽ വലിയ വ്യൂ ഉണ്ട്. ഞാൻ മുമ്പിലോട്ട് നടക്കുവാണ്. ഈ സൈക്കിൾ കൊണ്ട് വേഗം പോട്ടെ. നിങ്ങൾ കണ്ടു കാണും സൈക്കിളിൻ്റെ വ്യൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊന്നും അല്ല. നമ്മൾ ഗിവ് അവേന് ഇച്ചിരി സാധനങ്ങൾ മേടിച്ചിരുന്നു. അപ്പം ഗിവ് അവേന് ഇച്ചിരി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് കാണിച്ചു. അപ്പുറത്തെ മീൻ പിടുത്തം കാണിച്ചു തരാം, എന്നിട്ട് ഗിവ് അവേയുടെ സാധനങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഗിവ് അവേയുടെ സാധനം കാണാം. ഗിവ് അവേയുടെ കാണിക്കാം. മീൻ പിടുത്തം നീ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നീ ഇവിടെ ഇരുന്നോ. അവനവിടെ ഇരിക്കുവാണോ? അവനവിടെ ഇരിക്കുക. നമ്മുടെ ഗിവ് അവേയുടെ കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട്. ഞാൻ ഗിവ് അവേസ് കാണിച്ചത് ആദ്യം തന്നെ ഈ ഒരു പാവയാണ്. ഇത് നല്ല പാവയാട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ വേണ്ടി മേടിച്ചാണ് ഗൈസ്. നിങ്ങൾക്ക് തരാൻ വേണ്ടി നല്ല പാവയാണ്. എനിക്ക് ഇഷ്ടമുള്ള പാവയാട്ടോ. നല്ല റെഡ് കളറിരിക്കും. പിന്നെ ഗിവ് അവേ ആയിട്ടുള്ള ഞാൻ ഈ ബാഗ് തരൂല. ഞാൻ അപ്പം ഞാൻ ഈ ക്ലോത്ത്സ് ഒക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഇത് ഒരെണ്ണം മേടിച്ച് തന്നാണ്. ഗൈസ്, ഇതെല്ലാം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു 3 സെറ്റാണ്. പക്ഷെ ഞാൻ ഓരോരുത്തരൊക്കെ കൊടുക്കും. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ 3 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നോക്കൂ, ഈ 3 ഏതാ ഇഷ്ടപ്പെട്ട, ആരെയും ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. അപ്പം ഇത് 3. പിന്നെ ഉള്ളത് ഈ ഒരു ബട്ടറിൻ്റെ ഒരു പെന്നാണ്. ഞാൻ മനസ്സിലാവും, അതൊരു ചുമ്മാ ഒരു സാധാ പെന്നാണ്. വേറെ അത് കാനഡ സ്പെഷ്യൽ. ഇത് റബ്ബറാട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ പൂക്കാനും പറ്റും. അടുത്തത് നമ്മുടെ ഇത് BTS പേന. നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള ഒരു BTS പേന. BTS ആട്ടോ. BTS ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആരൊക്കെയാണ് ഹാരി പോട്ടർ, റോൺ, നേഹ അവരുടെയൊക്കെ ഫാൻ ആയിട്ടാണ്, അവർക്ക് വേണ്ടിയാണ് ഇത്. ഗൈസ്, ലുക്ക് അറ്റ് ദിസ്. ഹാരി പോട്ടർ ഉണ്ട്, റോണി ഉണ്ട്. നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? ഹാരി പോട്ടറിനെയാണോ റോണിനെയാണോ അതോ ഇവിടെയാണോ? ടീച്ചറിനെയും സാറിനെയും എനിക്ക് കിട്ടില്ല, സങ്കടം ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എനിക്കിഷ്ടം ഹാരി പോട്ടറാണ്. ഏറ്റവും ഇഷ്ടം ഇവർ 3 തന്നെ ഇഷ്ടം. പക്ഷേ ഏറ്റവും ഇഷ്ടം അപ്പം ഇതുണ്ട് നിങ്ങൾക്ക് വേണ്ടി. പിന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു സാധനം, പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ, പിന്നെ ഒരു ടോയ് പോലത്തെ
ഒരു സാധനമാണ് ഇത്. ഇത് എന്റെ ബാഗിൽ കിടന്നതാണ്. എടാ ഇത് ഗിവ് അവയ്ക്കുള്ളതല്ല കേടാ, ഓരയുടെ കുട്ടാണ്. ഇത് രണ്ടും മാത്രമല്ല ഗൈസ്. നിങ്ങൾക്ക് ലിപ്സ്റ്റിക് നിങ്ങൾക്ക് എന്ത് വേണം കമന്റ് ചെയ്യണം. അതേ ഗൈസ്, നിങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുന്ന ഞാൻ ഒരാളെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാണ് ഞാൻ ഹാരി പോട്ടർ തരും. പകുതിയോളം പേര് ഞങ്ങളെ കാണുന്ന വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും മാമിയും മാമനും ഋതുക്കുട്ടനും പിന്നെ അമ്മയും അച്ഛനും അപ്പയും വൈകയും അച്ചാച്ചനും എല്ലാരും അമ്മച്ചിയും അപ്പം എല്ലാവരും കാണും. ഞങ്ങളുടെ ഇനിയും ഉണ്ട് ആൾക്കാർ, പറയാൻ പറ്റാതെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇതാണ് കുഴപ്പം. അവരെല്ലാം ചേർന്ന ഒരു ഡാൻസ് വരുന്നതാണ്. ഞാൻ പറഞ്ഞായിരുന്നു എപ്പോഴെങ്കിലും വരും. അതെ ഗൈസ്, എപ്പോഴെങ്കിലും വരും. നാളെ ഞങ്ങള് ഫുഡ് നെയിം മീറ്റിംഗ് ചാലഞ്ച് ആണ്. എല്ലാവരും കമന്റ് ചെയ്യണം ഏതൊക്കെ നെയിമാണ് വേണ്ടത്. ഞാൻ കഴിഞ്ഞ ഇതിന് ചെയ്തത് എൻ്റെ അമ്മയുടെ നെയിമാണ്. ഇതിന് നാളെ ഞാൻ എൻ്റെ അനിയൻ്റെ നെയിം ഇടുക, അദ്രിക്. അവൻ്റെ പേരും വെച്ച് ഞാൻ നാളെ ഉറപ്പായിട്ടൊരു ഇന്ന് ചിലപ്പോൾ കാണുമായിരിക്കും നെയിം മീറ്റിംഗ്. നാളെയും കാണും നെയിം മീറ്റിംഗ്.